NABH 6th edition. Care of patients, 3rd standard, second objective element, commitment, COP 3B. നമ്മുടെ ആംബുലൻസ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കൊച്ചു കാര്യങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ ആംബുലൻസ് എമർജൻസിയിൽ വന്ന് നിർത്തുന്നതിനും പാർക്ക് ചെയ്യുന്നതിനും കൃത്യമായി സ്പേസ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അവിടെ ഒരു പേഷ്യൻറ്റുമായിട്ട് വരുന്ന ആംബുലൻസിൻ്റെ ഡ്രൈവർക്ക് അകത്തേക്ക് വരേണ്ട വഴി സൈനേജുകൾ വഴി കൃത്യമായും ഡയറക്റ്റ് ചെയ്യപ്പെട്ടിരിക്കണം. എവിടെയാണ് പ്രോപ്പറായിട്ട് ആംബുലൻസ് നിർത്തേണ്ടതെന്ന് മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടാവണം. ലൈനുകൾ കൊടുത്തിട്ടുണ്ടാവണം. ഈസി ആയിട്ട് പേഷ്യനെ ഇറക്കി എമർജൻസിയിലേക്ക് കൊണ്ടുപോകുന്നതിന് പറ്റുന്ന രീതിയിലാണ് ആംബുലൻസ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. അതുപോലെ പുറത്തേക്ക് എമർജൻസി ആയിട്ട് കൊണ്ടുപോകേണ്ട പേഷ്യൻറ്റിനെ കയറ്റാൻ വരുന്ന ആംബുലൻസ് എങ്ങനെയാണ് നിർത്തേണ്ടതെന്ന് ഡിമാർക്കേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതുമാത്രമല്ല, നമ്മൾ അകത്തേക്ക് വരുന്ന എമർജൻസിയുടെ സൈനേജൊക്കെ മിക്ക ആശുപത്രിയിലും കാണാൻ പറ്റും. ആംബുലൻസ് ഡ്രൈവർക്ക് കാണത്തക്ക വിധത്തിൽ വളരെ വ്യക്തമായി മാർക്ക് ചെയ്യപ്പെട്ട സൈനേജുകൾ ഉണ്ടാവണം എക്സിറ്റിന്. കാരണം അല്പസമയം പോലും എക്സിറ്റ് അന്വേഷിച്ച് അവിടെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല. ഇത്രയേ ഉള്ളൂ. ഒരു ആംബുലൻസ് വരുന്നതിനുള്ള സൈനേജുകൾ പോലെ തന്നെ ആംബുലൻസിന് ഒരു എമർജൻസി പേഷ്യൻറ്റിനെ കൊണ്ട് പുറത്തേക്ക് പോകുന്നതിന് എക്സിറ്റ് വളരെ കൃത്യമായും മാർക്ക് ചെയ്തിട്ടുണ്ടാവണം. ഈസി ആയിട്ട് ആക്സസ് ചെയ്യാവുന്ന ഒരു എക്സിറ്റ് എമർജൻസിയുടെ അടുത്തുണ്ടാവണം. ആംബുലൻസിന് വരുന്നതിനും പോകുന്നതിനുമുള്ള എൻട്രിയും എക്സിറ്റും വളരെ കൃത്യമായിട്ടുണ്ടാവണം. COP 3B ഇങ്ങനെയാണ് പറയുന്നത്: there are adequate access and space for the ambulance or ambulances. ഒന്നിൽ കൂടുതൽ ആംബുലൻസുകൾ ഒരേ സമയം എത്തിയാൽ എങ്ങനെ കൈകാര്യം ചെയ്യണം, അതിന് കൃത്യമായൊരു മാനദണ്ഡവും സ്പേസും ഉണ്ടാവണം. അതിൻ്റെ പാർക്കിംഗ് ഫെസിലിറ്റീസ് ഉണ്ടാവണം. ഇൻ ആൻഡ് എക്സിറ്റ് കൃത്യമായി മാർക്ക് ചെയ്തിട്ടുണ്ടാവണം. അതിനുള്ള ഡിമാർക്കേഷൻ വളരെ പ്രോപ്പറായിരിക്കണം. ഓക്കെ.